പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വീണ്ടും ഞാൻ വായിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികളെ നോക്കി പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്തുകൊണ്ടാണ് തള്ളിക്കളയരുത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഈ എബ്രായ വിശ്വാസികൾക്ക് മഹാപ്രതിഫലമുള്ള ഈ ധൈര്യം അവരുടെ ജീവിതത്തിൽ അവർ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ധൈര്യം എന്ന ക്രിസ്തീയ ധൈര്യം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇതിനു മുമ്പ് ഈ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ സംസാരിക്കാനിടയായി. അതിനെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നത് പറയുന്നത്. ധൈര്യം ഏതൊക്കെ മേഖലകളിൽ നാം വെളിപ്പെടുത്തണമെന്ന് നമ്മളൊന്ന് സൂചിപ്പിക്കാനിടയായി. പ്രധാനമായി 2 കാര്യങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, അനേക മേഖലയിൽ ഈ ധൈര്യം വെളിപ്പെടുത്തണം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ്. പക്ഷെ പ്രധാനമായിട്ട് വിശ്വാസികളെ സംബന്ധിച്ച് ധൈര്യം വെളിപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ, അതാണ് ഞാൻ അങ്ങനെ പൊതുവായി പറഞ്ഞത്. അതൊന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണ്. കട്ടതയുടെയും പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നതിന് ധൈര്യം വേണമെന്ന വിഷയം ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചു. രണ്ടാമത് ആരാധന എന്ന് പറയുന്ന വിഷയമാണ്. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാൻ അസാമാന്യമായ ധൈര്യം നമുക്ക് ആവശ്യമാണ് എന്ന വിഷയം സംസാരിച്ചു. അടുത്തത് ഞാൻ പറഞ്ഞത്, ഈ ധൈര്യം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ക്രിസ്തീയ ധൈര്യം എങ്ങനെ കിട്ടും? അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ് ഈ ധൈര്യം, ആത്മധൈര്യം നമ്മുടെ മേൽ വരുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ദൈവവചനത്തിന്റെ വായനയിലൂടെ അല്ലെങ്കിൽ വചന ധ്യാനത്തിലൂടെ, വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വാഗ്ദത്തങ്ങളിലൂടെ, വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവ ശബ്ദത്തിലൂടെയാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നതെന്ന് ഞാൻ പറയാനിടയായി. ഇന്ന് നാം ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം കുറിവാക്യമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ എബ്രായ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ധൈര്യം പ്രകടിപ്പിച്ച കാര്യങ്ങൾ എന്താണ്? ഏത് മേഖലയിലാണ് അവർ ഈ അസാമാന്യമായ ക്രിസ്തീയ ധൈര്യം പ്രകടിപ്പിച്ചത് എന്നതാണ് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ വായിച്ചത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയും. ഏതുകൊണ്ട്? അവർ ചില മേഖലകളിൽ ഈ ധൈര്യം പ്രകടിപ്പിച്ച് അവർ നിലനിന്നു. ചിലതിനെയൊക്കെ അവർ ജയിച്ചു. ഇന്ന് അവരായിരിക്കുന്ന ഈ സമയത്ത്, ഈ ലേഖനം എഴുതുമ്പോൾ അവരായിരിക്കുന്ന സമയത്ത്, അവരുടെ പൂർവ്വകാലത്ത് കർത്താവിന് വേണ്ടി വളരെ നിന്നതും ധൈര്യത്തോടെ നിന്നതുമൊക്കെ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഞാൻ ഇന്ന് പ്രധാനമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ധൈര്യം, മഹാപ്രതിഫലമുള്ള ധൈര്യം വെളിപ്പെടുത്തേണ്ട മേഖലകൾ എന്തൊക്കെയാണ്. അതിലെ ഒരു മേഖലയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാര്യം, ഒരു മണ്ഡലത്തിൽ നാം ധൈര്യം വെളിപ്പെടുത്തണം. അത് എബ്രായ വിശ്വാസികളോട് ചേർത്ത് പഠിക്കാൻ പോകുന്ന അവരുടെ കാര്യമാണ്. അവർ ധൈര്യം കാണിച്ച മേഖലയെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി മാറും. നാമും അവരോട് ചേർന്ന് ഈ കാര്യത്തിൽ നാം ധൈര്യം കാണിക്കേണ്ടത് ആവശ്യമാണ്. അതെന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. എബ്രായ വിശ്വാസികൾ ഏത് കാര്യത്തിലാണ് ഈ മഹാപ്രതിഫലം കിട്ടുന്ന ധൈര്യം കാണിച്ചത് എന്ന് നമുക്ക് നോക്കാം. 32, 33 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 10-ാം അധ്യായത്തിന്റെ 32, 33 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയുകയാണ്, നിങ്ങൾ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഒന്നോർക്കണം.
ഏതാണ് അവർക്ക് വന്ന കഷ്ടങ്ങൾ? ഏത് കഷ്ടങ്ങളിലാണ് അവർ വളരെ പോരാട്ടം കഴിച്ചത്? അതിന്റെ ഉത്തരം 32-ാം വാക്യത്തിലുണ്ട്. 3 പദങ്ങൾ, പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള കഷ്ടങ്ങളാണ് അവർക്കുണ്ടായത്. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി തീർന്നു. അപ്പൊ നിന്ന, പീഡകൾ, ഈ നിന്നയും പീഡയും വന്നപ്പോൾ അവർ എത്തിച്ചേർന്നൊരവസ്ഥയാണ് കൂട്ടുകാഴ്ചയായി തീർന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. ഈ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന കഷ്ടതകൾ. ഈ കഷ്ടതകൾ നമുക്കും വന്നുകൊണ്ടിരിക്കുന്നതാണ്, നാളെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അവർ ആ കഷ്ടങ്ങളുടെ നടുവിൽ എപ്രകാരം ധൈര്യത്തോടെ നിന്നോ അതുപോലെ തന്നെ നാമും ധൈര്യത്തോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ കഷ്ടതകളെ കുറിച്ച് വിവരിക്കുന്നതിന് മുമ്പ് ആ വാക്യം ഒന്ന് പഠിച്ചാൽ, അവിടെ ആദ്യം പറയുന്ന പ്രയോഗം 32-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇവർക്ക് ഈ കഷ്ടതയാകുന്ന നിന്ദയും പീഡയും കൂട്ടുകാഴ്ചയായി തീർന്നതിനൊക്കെ മുമ്പ് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു. അതിനവിടെ പറഞ്ഞിരിക്കുന്ന പേര് അവർക്ക് പ്രകാശനം ലഭിച്ചു എന്നാണ്. അവർക്ക് പ്രകാശനം ലഭിച്ചു. എന്താണ് ഈ പ്രകാശനം ലഭിച്ചു എന്ന് പറയുന്നത്? അതറിയണമെങ്കിൽ നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കണം. അതിന്റെ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാകണമെങ്കിൽ 3 മുതൽ വായിക്കണം. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ എന്താണ് പ്രകാശനമെന്ന് നമുക്ക് മനസ്സിലാകും. ഞാനൊന്ന് വായിക്കാം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നുമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അടുത്ത വാക്യമാണ് പ്രധാനം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ. എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. അപ്പൊ സുവിശേഷം മറഞ്ഞിരിക്കാൻ പാടില്ല. അത് ആർക്കെങ്കിലും മറഞ്ഞാൽ അവർ നശിച്ചു എന്നാണ് അർത്ഥം. അത് കേൾക്കാത്തവർ നശിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരും ഈ സുവിശേഷം അറിയണം. അതാണ് അല്ലെ പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അടുത്തത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറയുകയാണ്: സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ദൈവം, അതായത് സുവിശേഷം എത്ര കേട്ടാലും പറഞ്ഞാലും അത് ഗ്രഹിക്കുവാനും തിരിച്ചറിയുവാനും കഴിയാതെ മനസ്സ് കുരുടാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ. ആരാണ് കുരുടാക്കിയത്? ഈ ലോകത്തിലെ ദൈവം. അതായത് പിശാചിനെ കുറിച്ചുള്ള പ്രയോഗമാണ്. പിശാച് എന്ത് ചെയ്തിരിക്കുന്നു? മനുഷ്യരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു, ഇരുട്ടാക്കിയിരിക്കുന്നു, വചനം മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നു. എത്ര വചനം പറഞ്ഞാലും എത്ര സത്യം പറഞ്ഞാലും ഈ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം അനേകരുടെ മനസ്സ് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, കുരുടാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം പറയുന്ന ഞാനും വചനം കേൾക്കുന്ന ഒരുപക്ഷെ വിശ്വാസത്തിൽ കടന്നു വന്ന ദൈവമക്കളും നിങ്ങൾക്കും പറയാൻ പറ്റും, ഒരു കാലത്ത് നിങ്ങളുടെയും എന്റെയും മനസ്സ് കുരുടാക്കപ്പെട്ടിരുന്നു. ഈ സത്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. ഇത് മനസ്സിലാകാത്തൊരു സ്ഥിതിയിലായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? 6-ാമത്തെ വാക്യം: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതായത് ദൈവം പറയുകയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇരുട്ടായിരിക്കുന്ന ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കണം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ദിവ്യ വെളിച്ചം, ആ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പ്രകാശിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ അടയ്ക്കപ്പെട്ടിരുന്ന ഞങ്ങളുടെ മനസ്സ്, അടയ്ക്കപ്പെട്ടിരുന്ന ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം പ്രകാശിച്ചു. കാരണം ദൈവം നമ്പുരാൻ പറയുകയാണ്,
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇരുട്ടായിരിക്കുന്ന ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കണം. അർത്ഥാൽ സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിക്കുവാൻ കഴിയാതെ അടഞ്ഞിരുന്ന ഇരുട്ടായിരുന്ന മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവം പറയുകയാണ്, തുറക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനം വെളിപ്പെടാൻ വേണ്ടി ദൈവം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ സുവിശേഷ സത്യങ്ങൾ പ്രകാശിപ്പിച്ചു തരികയാണ്. നമ്മൾ മനസ്സിലാക്കി എടുത്തതല്ല, നമ്മൾ അറിഞ്ഞതല്ല, ദൈവം നമ്മളെ അറിയിച്ചു തന്നതാണ്. അല്ലേ? നാം ഇങ്ങനെയാണ് അല്ലെ വായിക്കുന്നത്. ഫിലിപ്പിയായിലെ സഭ തുടങ്ങുമ്പോൾ പൗലോസിന്റെ പ്രസംഗം പുലവക്കയിലിരുന്ന സ്ത്രീകളോട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ രക്താംബരം വിൽക്കുന്ന ലുദിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹൃദയം തുറന്ന് അവർക്ക് വചനം മനസ്സിലായി, സത്യം മനസ്സിലായി. അനേകർക്ക് ഇത് മനസ്സിലാകാത്തത് എന്താണെന്നറിയാമോ? കർത്താവ് ഹൃദയം തുറക്കുന്നില്ല. കർത്താവ് ഹൃദയം തുറക്കാതെ ആർക്കും ഇത് മനസ്സിലാകില്ല. കാരണം എല്ലാവരുടെയും ഹൃദയങ്ങളെ ഇരുട്ടുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കാതെ വണ്ണം ഈ ലോകത്തിലെ ദൈവം അടച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളായിട്ട് ഈ സത്യം മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവമക്കളായി തീർന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൂരായി വിളിച്ചു പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്, ദൈവത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത്, ദൈവത്തിന് സ്തുതി പറയേണ്ടത് നിങ്ങൾക്ക് സാമ്പത്തികമായ നന്മ വന്നത് കൊണ്ടല്ല, നിങ്ങൾക്ക് വീട് നൽകിയത് കൊണ്ടല്ല, നിങ്ങൾക്ക് കാറ് നൽകിയത് കൊണ്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗതികമായ മെച്ചം ഉണ്ടായത് കൊണ്ടല്ല. പകരം അവൻ സാത്താൻ അടച്ചു വെച്ചിരുന്ന, ഈ ലോകത്തിലെ ദൈവം അടച്ചു വെച്ചിരുന്ന നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെയും അവൻ കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കുവാൻ വേണ്ടി ഈ ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം ഉളങ്ങിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെയും പ്രകാശിപ്പിച്ച, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വചനസത്യങ്ങൾ തിരിച്ചറിയുവാനുള്ള വെളിച്ചം നൽകി തന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശനം അയച്ചു തന്ന ഈ ദൈവത്തിന്റെ ആ പ്രകാശനത്തിനാണ് ഞാനും നിങ്ങളും നന്ദിയോടെ സ്തോത്രം ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രകാശനം നമ്മുടെ യാഗത്തിൽ ലഭിച്ചത് കൊണ്ടാണ് രക്ഷ എന്താണെന്ന് നാം അറിഞ്ഞത്, സ്നാനം എന്താണെന്ന് അറിഞ്ഞത്, പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയുന്നത്, നിത്യതയിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞത്. ദൈവം നമ്മുടെ അകത്ത് പറഞ്ഞു തന്നതാ. അനേകർക്ക് ഇത് മറഞ്ഞു കിടക്കുക, അനേകർക്ക് അറിയുന്നില്ല. എന്നാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. നിത്യതയുടെ വെളിച്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു എന്ന് നാം ഇന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്താണ് അവന്റെ വിളിയാളുടെ ആശ നിങ്ങൾ അറിയണം. താഴോട്ട വാക്യം, അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ അറിയണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതാ ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്ന ഇലൂമിനേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചു, ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. പ്രിയപ്പെട്ടവരെ, അനേകർക്കും മറഞ്ഞു കിടന്ന, അനേകരുടെ ഹൃദയങ്ങളിൽ ഇതിപ്പോഴും മറഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഹൃദയത്തെ തുറന്ന് അതിനകത്ത് ഈ ജീവന്റെ വചനത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എളുപ്പം പറയാം, നിങ്ങൾ പ്രകാശനം ലഭിച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷയുടെ വചനം നിങ്ങളുടെ അകത്ത് പ്രകാശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. സ്നാനത്തെക്കുറിച്ചുള്ള വചനം നിങ്ങൾക്ക് പ്രകാശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ടു. അല്ലെ? ഈ വചനങ്ങളൊക്കെ ഒറ്റയടിക്ക് എല്ലാവർക്കും എല്ലാം പ്രകാശിപ്പിച്ച് കിട്ടുന്നില്ല. എല്ലാം പ്രകാശിപ്പിച്ച് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അതനുസരിക്കുക. അല്ലെ? അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ പ്രകാശനം ലഭിച്ച് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കൾ അറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഈ പ്രകാശനം ലഭിച്ച അന്ന് മുതൽ ജീവിതത്തിൽ കഷ്ടതയാണെന്നാണ് എബ്രായ വിശ്വാസികൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നു. അവര് പറയാണ്, ഞങ്ങൾക്ക് ഈ പ്രകാശനമൊക്കെ ലഭിച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചു, ദൈവത്തെ അറിഞ്ഞു, സത്യം അറിഞ്ഞു, ഞങ്ങൾ വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ലെന്നാ. പക്ഷെ വചനം പറയുന്നത്, പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകൾ, പീഡകൾ, കൂത്തുകാഴ്ച. ഇതൊരു വല്ലാത്ത പ്രതിഭാസമാണ്. അല്ലെ? ആളുകൾ ഇത് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രകാശനം ലഭിച്ചതിന് ശേഷം ഇങ്ങനെ നിന്നയും പീഡയും കൂത്തുകാഴ്ചയും ഒക്കെ ആവുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ഈ ദൈവത്തെ അറിഞ്ഞ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. സ്തോത്രമാദിമകാലത്ത് ശിഷ്യന്മാരായി വരുന്നവരെല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ഈ വചനത്തിന്റെ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഉറപ്പായും വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനെ പുറകെ ഉടനെ
ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും ഉടനെ തന്നെ തരുമെന്നൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുമില്ല. പല ആളുകളും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരുണ്ട്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെച്ചടി കയറ്റമാണ്, പിന്നെ ലോകത്തിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കും എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ പറയുന്നവരും പഠിപ്പിച്ചു വിടുന്നവരുമുണ്ട്. ഇതൊക്കെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കർത്താവിനെ അറിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വരും, പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരും. ഈ പ്രകാശനം എന്ന് പറയുന്നത് ഇതറിഞ്ഞാൽ പ്രതിസന്ധി ഉണ്ടെന്നാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചെന്റെ തന്റെ കൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ വിശ്വാസികൾ പറയുകയാണ്, ഞങ്ങൾക്ക് പ്രകാശം ലഭിച്ചു, സത്യമാണ്. പക്ഷെ പ്രകാശം ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടതയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പ്രകാശനം ലഭിച്ച എല്ലാവർക്കും കഷ്ടത ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു വന്നത്. ഇന്നും ഈ കർത്താവിനെ അറിഞ്ഞവർക്കറിയാം, അല്ലേ? അവർ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കഷ്ടങ്ങളാണ്, എന്തെല്ലാം പ്രതിസന്ധികളാണ്. എബ്രായ വിശ്വാസികൾ പറയുകയാണ്, ഞങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞു. അവരുടെ യഹൂദ മതത്തിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്നതാണ്. എന്താണ്? യഹൂദ മതം വിട്ട് ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് തുടർച്ചയായിട്ട് അവർ തുറന്നു പറയുന്നത്. ഞങ്ങൾക്കുണ്ടായ കഷ്ടങ്ങൾ. ശരിയല്ലേ? ഈ കർത്താവിനെ സേവിച്ച് ആരാധിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് വചനസത്യങ്ങൾ മനസ്സിലാക്കി, അല്ലേ? പാരമ്പര്യങ്ങളെ വിട്ട് കാര്യങ്ങളെയൊക്കെ വിട്ട് ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ നമുക്കുമുണ്ടായത് ഇതുപോലെ തന്നെയാണ്. അനുഗ്രഹങ്ങളും വിടുതലുകളും നന്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യം അതെല്ലാം ഉണ്ടായത് പലപ്പോഴും കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, നിന്ദകളായിരുന്നു, അപമാനമായിരുന്നു, അല്ലെ? ഭവനത്തിനകത്തുനിന്ന്, പുറത്തുനിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, സമുദായ സഭകളിൽ നിന്ന്, അല്ലെ? നമ്മൾ വിശ്വസിച്ച് വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ പ്രതിസന്ധിയാ ഉണ്ടാകുക. അപ്പൊ പ്രകാശനം എന്ന് പറയുന്നത് പ്രശ്നം കൊണ്ടുവരും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രകാശനം എനിക്ക് വേണ്ടെന്നല്ല, പ്രകാശനം നിശ്ചയമായി ഉണ്ടായിരിക്കണം. കാരണം ഈ പ്രകാശനം നമുക്ക് ദൈവത്തെ അറിയാനുള്ള പ്രകാശനമാണ്. ഈ പ്രകാശനം നമുക്ക് നിത്യതയിൽ പോകാനുള്ള വെളിപ്പാട് തരുന്ന പ്രകാശനമാണ്. ഈ പ്രകാശനം ദൈവിക സത്യങ്ങളുടെ മറനീക്കി കാണിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെ പിന്നിൽ എന്ത് കഷ്ടത വന്നാലും നമ്മൾ സഹിക്കും. കാരണം അതിന് നമുക്ക് അസാമാന്യമായ ധൈര്യം നമ്മുടെ കർത്താവ് നമുക്ക് തരാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, എബ്രായ വിശ്വാസികൾ പറയുകയാണ്, ഞങ്ങൾക്ക് പ്രകാശനം വന്നു, അതിനുശേഷം ഞങ്ങൾക്ക് കഷ്ടതയുണ്ടായി. അവർക്കുണ്ടായ കഷ്ടതകളാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ആ കഷ്ടതയുടെ നടുവിൽ അവർ ധൈര്യത്തോടെ നിന്നു. 3 കഷ്ടതകളാണ് അവർക്കുണ്ടായത്. ഒന്ന് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രകാശനം ലഭിച്ച ശേഷം അവർക്ക് നിന്ന ഉണ്ടായി എന്നാണ് അവിടെ വായിക്കുന്നത്. അവർക്ക് പ്രകാശനം ലഭിച്ചതിന് ശേഷം നിന്ന ഉണ്ടായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിന്ന ഉണ്ടാകുമെന്നത് വളരെ ഉറപ്പായ കാര്യമാണ്. നിങ്ങളത് വിശ്വസിക്കണം. ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച്, കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചാൽ, ഈ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിന്നയുണ്ടാകും. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ ഈ കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്തൊരു നിന്ദകളുണ്ടായി. വീട്ടിലും കുടുംബത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും ഒക്കെ നിന്ദിക്കപ്പെട്ടു, അല്ലേ? ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട്, രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, പെന്തിക്കോസ്ത മാർഗത്തിൽ പോയതിന് നിന്ദകളേറ്റ ഒത്തിരി പേരുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത് നമുക്കുള്ള അവകാശമാണ്. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. നിന്ദകൾ ഈ മാർഗത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, ആദിമ വിശ്വാസികളെ ഒരുപാട് നിന്ദിച്ചിട്ടുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരെ ഒത്തിരി നിന്ദിച്ചിട്ടുണ്ട്. ഈ മാർഗത്തിൽ വന്ന എല്ലാവരെയും നിന്ദിച്ചിട്ടുണ്ട്. വിളിച്ചിരുന്ന പേരുകൾ പോലും നിന്ദകളുടെ പേരുകളായിരുന്നു. പ്രധാനമായിട്ടുള്ള 2-3 പേരുകൾ മാർഗക്കാരെന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. ഈ മാർഗക്കാർ, പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഈ മാർഗക്കാരായ മറ്റു പലരെയും ശൗലായിട്ടിരിക്കുമ്പോൾ അവൻ ഈ ദൈവസഭയെ മുടിക്കാൻ വരുമ്പോൾ ഈ മാർഗക്കാരായ പലരെയും മാർഗക്കാർ കളിയാക്കി വിളിക്കുന്ന പദങ്ങളായിരുന്നു. നസ്രായ മതക്കാർ, യേശുവിനെ നസ്രയത്തുകാരൻ, നസ്രായൻ എന്ന് വിളിക്കും. അപ്പം നസ്രായ മതക്കാരെന്ന് കളിയാക്കി വിളിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു നിന്ദയുടെ വിളിയായിരുന്നു ക്രിസ്ത്യാനികൾ എന്ന പേര്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അന്ത്യോക്യയിൽ വെച്ച് കളിയാക്കി ശിഷ്യന്മാരെ വിളിച്ചതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കർത്താവിനെ അറിഞ്ഞു വന്നാൽ നിന്ദയുണ്ട്. പക്ഷെ കളിയാക്കി വിളിച്ച നിന്ദകളും നിന്ദയുടെ മാർഗങ്ങളും ഒക്കെ ഇന്ന് എവിടെയാണ്? അതെല്ലാം ദൈവം പരിഹരിക്കാനിടയായി. ഞാനൊരു കാര്യം പറയാം, നിന്നയൊക്കെ അല്പകാലമേ ഉള്ളൂ. ആ നിന്ന മാറുന്ന ദിവസം വരെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. അതിനാണ് ഈ ധൈര്യം എന്ന് പറയുന്നത്. അസാമാന്യ ധൈര്യമുണ്ടെങ്കിൽ നിന്ദകളുടെ നടുവിൽ നിൽക്കാൻ പറ്റും. ഭവനത്തിനകത്താകട്ടെ, വെളിയിൽ നിന്നാകട്ടെ, ചാർച്ചക്കാരിൽ നിന്നാകട്ടെ, നാട്ടിൽ നിന്നാകട്ടെ, ഈ മാർഗത്തെ പ്രതി നിങ്ങൾക്ക് നിന്ദയുണ്ടായാൽ പിടിച്ചു നിൽക്കുവാൻ അസാമാന്യമായ ധൈര്യം നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ധൈര്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിലേ നിന്ദകളുടെ നടുവിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സമയം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. നിന്ദകളുണ്ട്, നിന്ദകൾ വളരെ പ്രധാനമായും വരും. നിന്ദകളുടെ നടുവിൽ നിൽക്കുവാൻ നമുക്ക്, അല്ലെ, മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം നമ്മളെ തള്ളിക്കളയരുത്. സ്തോത്രം. നമുക്കറിയാം,
സ്തോത്രം. മോശയുടെ കാര്യം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം 24 മുതൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. വിശ്വാസത്താൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ രാജാവിന്റെ മകനായി ഇസ്രായേലിലെ അടുത്ത ഫറവോനായിട്ടൊക്കെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന മോശ അതെല്ലാം ഉപേക്ഷിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കാൻ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയാ, അത് ക്രിസ്തുവിന്റെ നിന്ന തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് മോശയ്ക്ക് നഷ്ടമുണ്ടായോ? ഒരിക്കലുമില്ല. ആ മോശയെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി, ആ മോശയെ ദൈവം മാനിക്കുവാനിടയായി, ഒരു വലിയ നേതാവാക്കി ജനലക്ഷങ്ങളുടെ നായകനാക്കി മോശയെ ദൈവം ഉയർത്തി. ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനാക്കി ദൈവം മോശയെ ഒരുക്കി. സ്തോത്രം. ഈ മോശയെ കർത്താവ് അനുഗ്രഹിച്ച വിധങ്ങൾ ഓർത്താൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്, നിന്നയും പരിഹാസങ്ങളും ഒക്കെ കേട്ട് ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചത് നഷ്ടമാണ്. നിങ്ങൾ ആരും പറയരുത്. ഈ നഷ്ടത്തെയൊക്കെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ആ ലാഭമാകുന്നത് വരെ പിടിച്ചു നിൽക്കുവാൻ അസാമാന്യ ധൈര്യം വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനി എന്ന പേര് അപമാനിച്ചു വിളിച്ച പേരാ. പക്ഷെ ഇന്ന് ലോകത്ത് എവിടെ പോയി ക്രിസ്ത്യാനി എന്ന പേരും അപമാനത്തിന്റെ പേരല്ല, അഭിമാനത്തിന്റെ പേരായിട്ടൊക്കെ ദൈവം മാറ്റിയില്ലേ? പ്രിയപ്പെട്ടവരെ, നിന്ന മാറ്റുന്ന ദൈവം, നിന്ന ഉരുട്ടിക്കളയുന്ന ദൈവം. പക്ഷേ അതുവരെ നിന്നയുടെയും പരിഹാസത്തിന്റെയും നടുവിൽ നിലനിൽക്കുവാൻ അസാമാന്യ ധൈര്യം നമുക്ക് വേണം. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ ഉദ്ധരിച്ചിട്ട് ആ നിന്ന എന്ന ഭാഗം ഞാൻ വിടുകയാൽ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. യേശുവിനെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അടുത്ത വാക്യം, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. പ്രിയപ്പെട്ടവരെ, നിന്നയും പരിഹാസവും ഒക്കെ ഇവിടെയുള്ളൂ. എന്നാൽ നമുക്ക് നിന്നയില്ലാത്ത, പരിഹാസമില്ലാത്ത ഒരു ശോഭന പട്ടണം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അങ്ങേറ്റുള്ള യാത്രയിലാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും. ഒരു കാര്യം ഞാൻ പറയാം, നിന്നെല്ലാം ഇവിടെ തീരും. എന്നാൽ മാന്യതയുടെ ദിവസം വരുന്നു. അതുകൊണ്ട് അതുവരെയും ഈ നിന്നകളുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള കൃപ ദൈവജനം പ്രാപിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ ആ മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. രണ്ടാമത്തെ വിഷയം, അവർക്ക് കഷ്ടമെന്ന നിലയിൽ വന്ന രണ്ടാമത്തെ വിഷയം പീഡകളാണ്. പീഡകൾ നമുക്കറിയാം. ദൈവത്തിന്റെ സഭ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരാ. ക്രിസ്തുവിന്റെ സഭ പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഒരു സഭയും പീഡനത്തിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. ആൾക്കാർ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഇസങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ കൂടുതൽ മരിച്ചതല്ല. യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്, യേശുവിന്റെ സഭയ്ക്ക് വേണ്ടിയാണ് രക്തസാക്ഷികൾ ഏറ്റവും കൂടുതലുള്ളത്. സഭാപിതാവായ തെർത്തുല്യന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. പീഡിപ്പിക്കപ്പെട്ട സഭ, ഇത്രയും പീഡിപ്പിക്കപ്പെട്ട ഒരു സഭ വേറെയില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ സ്തോത്രം സഭ പീഡനത്തിലൂടെ കടന്നുപോയി. 2-ാം നൂറ്റാണ്ടിലെ വലിയ പീഡനം, 3-4 നൂറ്റാണ്ടുകൾ, അങ്ങനെ നൂറ്റാണ്ടുകൾ പീഡിപ്പിക്കപ്പെട്ടു. സഭ പീഡനത്തിലൂടെ കടന്നുപോയ സഭയാണ്. ഈ സഭയെ ഒരു പീഡനത്തിനും തകർക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? പീഡനത്തിന് നടുവിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ, ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാം, പീഡനമുണ്ട്, കഷ്ടമുണ്ട്, അതിന്നുമുണ്ട്. ദൈവത്തിന്റെ സഭയ്ക്ക് പീഡനമുണ്ട്, കഷ്ടങ്ങളുണ്ട്. നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നവരുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ഇത് ദൈവത്തിന്റെ സഭയ്ക്ക് ഉള്ള കാര്യമാണ്. പക്ഷേ പീഡനത്തിന് നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ഭയപ്പെട്ട് നിൽക്കുവാനല്ല വചനം പറയുന്നത്. അതിന് നടുവിൽ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള കൃപ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പീഡനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഈ പീഡനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യകാലത്തുണ്ടായിരുന്ന പോലെ അതേപോലെ പീഡനം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നില്ലായിരിക്കാം. പക്ഷേ പീഡനം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ
ഒന്നാമത്തെ വാക്യം മത്തായി 13:21 നമ്മളിങ്ങനെ വായിക്കുന്നത്, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകും. ആ പറഞ്ഞതിന്റെ അർത്ഥം അത് ദൈവവചനം സ്വീകരിക്കുമ്പോൾ ആ വചനത്തിന്റെ വളർച്ച ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രതികൂലമായും നല്ലതായും ബാധിക്കുന്നുള്ള വിഷയത്തെക്കുറിച്ച് അവൾ പറയുന്നത്. പക്ഷെ അവൾ പറഞ്ഞിരിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരാൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ, വചനം ഒരാൾ അനുസരിക്കാൻ തുടങ്ങിയാൽ, വചന സത്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് ഞെരുക്കമുണ്ടാകും, ഉപദ്രവം ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കുന്നു. സ്നാനത്തിന്റെ ഒരു വചനം കേട്ടു, സ്നാനപ്പെടുന്ന സത്യമാണ്, പക്ഷേ സ്നാനപ്പെടാൻ തയ്യാറായപ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രക്ഷയെക്കുറിച്ചുള്ള വചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു, ഒരാൾ വിശ്വാസിയായി മുന്നോട്ട് വരാൻ തയ്യാറായാൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ ഉണ്ടാകും. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതാണ് പറഞ്ഞത്, വചനം നിമിത്തം ഞെരുക്കവും ഉപദ്രവവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പല ആളുകളും മടിച്ചു നിൽക്കുന്നത്. ആളുകൾ ഒറ്റപ്പെടും, കാര്യങ്ങൾക്കെല്ലാം എതിർപ്പുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഈ വചനം അനുസരിക്കുന്നത് വേണോ വേണ്ടായോ നിൽക്കുന്നവരാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വചനം നിമിത്തം ഞെരുക്കവും ഉപദ്രവവും അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇത് അനുഭവിക്കുന്നവരാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞ നേരത്തെ ഉദ്ധരിച്ച വാക്യം വീണ്ടും പറയട്ടെ, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവന്റെ മാർഗത്തിന് വേണ്ടി നിൽക്കുവാൻ വില കൊടുത്തെങ്കിലേ ശിക്ഷനായി തീരാൻ പറ്റുകയുള്ളൂ. വില കൊടുക്കേണ്ട മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത്. ഈസിയായി ജീവിക്കാൻ പറ്റുന്ന ഒരു മാർഗമല്ല. അവന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടി വരും. അതിന് നാം വില കൊടുക്കുവാൻ തയ്യാറാകണം. അപ്പോ ശരിക്കും കഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപദ്രവം, പീഡനം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ വചനം അനുസരിക്കാൻ ഒരു വ്യക്തി തയ്യാറെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൂടെ ചേർന്നതാണ്. സ്തോത്രം. നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ. സ്തോത്രം. കഷ്ടമെന്ന് പറയുന്നത് ലോകത്തിൽ നമുക്ക് ഉള്ള കാര്യമാണ്. ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ലോകം നമ്മളെ പകയ്ക്കുമെന്ന് കർത്താവ് പറഞ്ഞു, അല്ലെ? ലോകം നിങ്ങളെ പകച്ചാൽ നിങ്ങൾ ആശ്ചര്യപ്പെടണ്ട, നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. നമുക്ക് പഴയ നിയമത്തിലെ ഒരു കഥ, ഞാനത് എല്ലാം വിശദീകരിക്കാൻ പറയുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. യോസഫിന്റെ കഥ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവം അവനോടുകൂടി യോസഫിനോടുകൂടി ഇരുന്ന് അവന്റെ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. എന്താ അവന്റെ സങ്കടം? യോസഫിന്റെ സങ്കടം എന്താ? മിസ്രൈമിൽ ചെന്നു, പണമൊക്കെ ഉണ്ടായി, ദൈവം അവന് സ്ഥാനമാനങ്ങൾ കൊടുത്തു, പക്ഷെ ഹൃദയത്തിനകത്തൊരു സങ്കടമുണ്ട്. ഏതാ? അവന്റെ ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ സഹോദരന്മാർ അവനെ ഉപദ്രവിച്ചത്, അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒറ്റപ്പെടല്, അവന്റെ വേദനകളെ, ഇതാണ് അവന്റെ സങ്കടം. പക്ഷെ വചനം പറയുന്നത് അവന്റെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു, അവന് ദൈവം അനുഗ്രഹിച്ചു, ഒരു മകനെ നൽകി. മനശ്ശെ, അതിന്റെ അർത്ഥം ദൈവം എന്നെ മറക്കുമാറാക്കി, മറവി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സങ്കടങ്ങളുണ്ട്, അല്ലെ? വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സങ്കടങ്ങൾ, പരിഗണന ലഭിക്കാത്തത്, ഈ കർത്താവിനെ സേവിച്ചതിന്റെ പേരിൽ, പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, ആരാധിക്കുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയവര്, കുറ്റം പറഞ്ഞവര്, അല്ലെ? പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തിയവർ, ഇത്തരം സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ഒരുപക്ഷെ വചനം കേൾക്കുന്ന മുമ്പും കാണുമായിരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ നിങ്ങളെ ഒറ്റപ്പെട്ട്, നിങ്ങളെ ഒതുക്കി, അല്ലെ? പരിഗണന നഷ്ടപ്പെട്ട് പലപ്പോഴും നിങ്ങളെ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, അല്ലെ? വിതുമ്പിയിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇത്ര അവമാനങ്ങൾ, ഇത്ര ഒറ്റപ്പെടലുകളെ, ഒഴിവാക്കപ്പെടലുകളെ അനുഭവിച്ചവരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇത് കർത്താവിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കുമ്പോൾ സന്തോഷത്തോടെ അനുഭവിക്കുക, ധൈര്യത്തോടെ നിൽക്കുക. നിങ്ങളെ ദൈവം ഒഴിവാക്കത്തില്ല, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. യോസഫിന്റെ സങ്കടങ്ങൾ ദൈവം മാറ്റിയതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് അവർക്ക് ലഭിച്ച കഷ്ടങ്ങളിൽ പോരാടുവാനുള്ള ധൈര്യം എന്ന വിഷയത്തിൽ കഷ്ടങ്ങളിൽ അവര് പോരാട്ടം കഴിച്ചത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നിന്ദയാണ്, രണ്ട് പീഡനമാണ്. മൂന്നാമത്തെ കാര്യം, ഈ നിന്ദിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ എത്തപ്പെടുന്നവർ എത്തിച്ചേരുന്ന ഒരു സ്റ്റേജാണ് പലപ്പോഴും ഈ കൂത്തുകാഴ്ച എന്ന് പറയുന്ന ഒരവസ്ഥ. കൂത്തുകാഴ്ച ആയി തീർന്നു എന്നാണ് അവരെ കുറിച്ച് അവിടെ പറയുന്നത്. അവരെ കൂത്തുകാഴ്ചയായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, ആ വാക്കിന്റെ ലിറ്ററലി ഉള്ള മീനിങ് എന്ന് പറയുന്ന കൂത്തിനുള്ള കാഴ്ചകൾ, അതായത് അവിടെ നടക്കുന്ന അവരുടെ റോമൻ ഉത്സവങ്ങളിലും അവരുടെ ആചാരങ്ങളിലും അവർ കൂടി വരുന്ന കാര്യങ്ങളിലുമെല്ലാം ഈ ദൈവജനത്തെ ഒരു കാഴ്ച വസ്തുവായി അവർ കാണാറുണ്ട്. എന്ത് കാഴ്ച വസ്തുവായിട്ടാണ്?
വാസ്തവത്തിൽ അവരുടെ പീഡിപ്പിച്ച് കൊല്ലുന്നത് പോലും അവർ കണ്ട് രസിക്കാറുണ്ടായിരുന്നു എന്നാണ് നാം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലെ, രംഗസ്ഥലം പോൽ എന്ന് പറയുന്ന സ്ഥലത്ത് മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് മൃഗങ്ങൾ അവരെ വലിച്ചു കീറുന്നത് കണ്ട് രസിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ സന്തോഷത്തിന്റെ ഉപകരണങ്ങളാക്കി അവരെ നിർത്തിയിരുന്നു. അല്ലെ, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് ചിരിക്കുവാനും സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ, അതാണ് ഈ കൂത്തുകാഴ്ച പോലെ നിർത്തി മറ്റുള്ളവർക്ക് കണ്ടു രസിക്കുവാനുള്ള, ചിരിക്കുവാനുള്ള. അല്ലെ, ചെറിയ ഉദാഹരണം നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ, ഈ സർക്കസിലൊക്കെ ചിരിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലെ, അവര് കാണിക്കുന്ന ഓരോന്ന് കണ്ട ആളുകൾ ചിരിക്കും. പക്ഷെ വാസ്തവത്തിൽ അവർക്ക് ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടിയായിരിക്കും അവർ ഇതൊക്കെ കാണിക്കും. എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ജനത്തെ ഇതുപോലെ ഉപദ്രവിച്ച് ഇതുപോലെ പ്രതിസന്ധിയിലാക്കി അവരുടെ കഷ്ടങ്ങളും വേദനകളും മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള അവസരമാക്കി കൂത്തുകാഴ്ചയായി തീരുന്ന അനുഭവങ്ങൾ എബ്രായ വിശ്വാസികൾക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് നമുക്ക് തന്നെ അറിയാം, ഒരു വ്യക്തി എങ്ങനെയാ കൂത്തുകാഴ്ചയായി തീർന്നത്. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലാതെ നാളുകളായിട്ട് ഒരു വിടുതലുമില്ലാതെ ഒരിടത്തൊരാൾ ഇരുന്നാൽ മറ്റുള്ളവർ പറയുമോ, ഈ വ്യക്തിയെ ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞു, ഈ വ്യക്തിക്ക് ഇനി ഒരു വിടുതലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ, കണ്ടുതിരിക്കുവാനുള്ളൊരു ഉപകരണമാക്കി ആളുകൾ മാറ്റുക. പക്ഷെ ഞാൻ നിങ്ങൾ വിളിച്ചു പറയുന്നു, എന്നും അങ്ങനെ ഇരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എബേസിന്റെ കഥ നമ്മൾ വായിക്കുന്നത് പോലെ, അല്ലെ, എബേസിനെ കുറിച്ച് വായിക്കുന്നത് പോലെ അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അല്ലെ, അവന് വ്യസനപുത്രൻ എബേസ് എന്ന് പേരിട്ടു. അവന്റെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തമായിരിക്കാം അവരാ പേരിട്ടത്. പക്ഷേ എബേസ് പറഞ്ഞില്ല, എന്നും വ്യസനപുത്രനായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെന്ന് ദൈവത്തോട് പറയും. അവൻ ചെന്ന് ദൈവത്തോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചെന്റെ അതിര് വിസ്താരമാക്കണം. അല്ലെ, അനർത്ഥ വ്യസന കാരണമായി തീരാതിരിക്കേണ്ടക്കവണ്ണം നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനുള്ള ധൈര്യം നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള തകർച്ച വരുമ്പോൾ, ഇങ്ങനെയുള്ള ഒറ്റപ്പെടൽ വരുമ്പോൾ, പീഡനം വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, നിന്ന വരുമ്പോൾ ഉയർന്ന് കരയാനല്ല, എന്നെ എല്ലാവരും കൈവിട്ടു, എന്റെ ജീവിതം തകർന്നോ എന്ന് പറയാനില്ല. ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിൽപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ കരയാൻ, അല്ലെ, മനുഷ്യന്റെ മുമ്പിൽ കരയാനല്ല ദൈവം നമ്മെ വിട്ടത്. നിന്നയുടെ നടുവിൽ, പീഡനങ്ങളുടെ നടുവിൽ, പരിഹാസങ്ങളുടെ നടുവിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കരയാനല്ല, കർത്താവിന്റെ മുമ്പിൽ കരയുവാൻ. ഹന്ന കരഞ്ഞതുപോലെ. ഹന്നെ, അല്ലെ, പെരീനെ നിന്ദിച്ചു. ഹന്ന അവിടെ മുമ്പിലല്ല കരഞ്ഞത്, ആലയത്തിനകത്ത് പോയി അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാനിടയായി. അവിടെ കണ്ണുനീര് സർവശക്തനായ ദൈവം കണ്ടു. അവിടെ നിന്ന ദൈവം മാറ്റി. പ്രിയപ്പെട്ടവരെ, നിന്ദകൾ വരുമ്പോൾ, പരിഹാസങ്ങൾ വരുമ്പോൾ, പീഡകൾ വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, ഈ കർത്താവിനെ സേവിച്ചതിന്റെ പേരില്, പ്രാർത്ഥിച്ചതിന്റെ പേരില്, ഈ നാമത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ അപമാനിക്കപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അല്ലെ, വാടിപ്പോകാനോ തളർന്നു പോകുവാനോ അല്ല, ഇത് ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ലെന്ന് പറയാനല്ല, ഈ അപമാനം സഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യെന്ന് പറയാനല്ല, ദൈവസന്നിധിയിൽ പോയി കർത്താവിന്റെ ഹൃദയം പകര്. രേഖ എഴുതിയിരിക്കുന്ന അറിഞ്ഞപ്പോൾ ദാനിയേല്, അല്ലെ, ദിവസം ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകൊത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതുപോലെ, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. നിന്ദകളുടെ നടുവിൽ നിൽക്കാനുള്ള ധൈര്യം, പരിഹാസങ്ങളുടെ നടുവിൽ നിൽക്കുവാനുള്ള ധൈര്യം, അല്ലെ, കഷ്ടതകളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം, ഈ അസാമാന്യ ധൈര്യം, അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കാനുള്ള ധൈര്യം, ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള ധൈര്യം. പ്രിയപ്പെട്ടവരെ, ഈ ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലം നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് തരുവാനിടയായും. അവിടെ പറയുന്നത്, ഈ കഷ്ടങ്ങളോട് പോരാടിയ പൂർവ്വകാലത്തെ നിങ്ങൾ ഓർക്കണമെന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. ആ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാ വായിച്ചത്. 32 വാക്യത്തിന്റെ 33 വാക്യം ഇങ്ങനെ വായിച്ചു, ആ വക അനുഭവിക്കുന്നവർക്ക്, എബ്രായ ലേഖനം 10:33, ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. കണ്ടോ, നിന്ന, പീഡ, കൂത്തുകാഴ്ച, ഇത് 3ഉം അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളായിരുന്നു. ഈ കഷ്ടങ്ങൾ ഇവർ അനുഭവിച്ചു. അപ്പോൾ ഇവര് ചെയ്തതെന്താണ്? അതിനോട് പോരാടി. സ്തോത്രം. അവിടെ പോരാടുക എന്ന പദത്തിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞ മത്സരിക്കുക എന്ന അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ തോൽക്കാൻ മനസ്സില്ലാതെ, ഇതെന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഈ പീഡനത്തിൽ ഞാൻ തോക്കില്ല, ഈ നിന്നയുടെ നടുവിൽ ഞാൻ തോൽക്കത്തില്ല, ഞാൻ ജയിക്കും, ഞാൻ പിടിച്ചു നിൽക്കും, എന്റെ കർത്താവ് എന്നെ മാനിക്കും, ഞാൻ അതുവരെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കും. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അല്ലെ, പരിശ്രമിക്കുക എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. പ്രൈസ് ദി ലോർഡ്. അല്ലെ, കുഴിക്കകത്ത് പിശാച് തള്ളി ഇട്ടു, പക്ഷെ അവിടെ കിടക്കാനല്ല, അവിടെ നിന്ന് കയറാനുള്ള പരിശ്രമം ചെയ്യുക. അല്ലെ, അതാണ് ഈ പോരാടുക എന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
യുദ്ധം ചെയ്യുക എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള യുദ്ധമല്ല കേട്ടോ. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്. എന്റെ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. നമ്മുടെ ജീവിതത്തിനെതിരെ വരുന്ന പ്രശ്നങ്ങളോടെ പ്രതിസന്ധികളോടെ നമ്മൾ നേരിട്ട മാനുഷികമായ ഒരു ഫൈറ്റും നമുക്കില്ല. ആരോടും നമുക്ക് ശത്രുതയില്ല. ഒരു രാജാക്കന്മാരെയും രാജാക്കന്മാരോടും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ പ്രാർത്ഥിക്കും. കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ കൊണ്ടുപോയി ഇട്ടു, കൊല്ലാൻ കൊണ്ടിട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഹെരോദാവ് സഭയെ പീഡിപ്പിക്കാൻ കരം നീട്ടി. ദൈവത്തിന്റെ സഭ ഹെരോദാവിനോട് യുദ്ധം ചെയ്യാൻ പോയില്ല. എന്താ ചെയ്തത്? വചനം പറയുന്നത് സഭ ഒത്തൊരുമിച്ച് കൂടി ഏകമനസ്സോടെ അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഇതാണ് ധൈര്യം എന്ന് പറയുന്നത്. അവർ പ്രാർത്ഥിച്ചു. അതിനേക്കാൾ വലിയ ധൈര്യം പത്രോസ് കാണിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന കാര്യമാണ്. അതേ കാരാഗ്രഹത്തിൽ സ്തോത്രം, മരണം ഉറപ്പാണെന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ സുഖമായി ഉറങ്ങി. എന്താ ഉറങ്ങാൻ കാരണം? അവനറിയാം സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ദൈവമുണ്ട്, ഈ കാരാഗ്രഹത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ധൈര്യം എന്ന് പറയുന്നത്. അസാമാന്യ ധൈര്യം. ജീവിതത്തിൽ ദൈവം ഞങ്ങളെ മാനിക്കും, ഉയർത്തും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. ഈ പീഡനം കൊണ്ട് ഞാൻ തകരത്തില്ല, ഈ ഒറ്റപ്പെടൽ കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല, ഈ കഷ്ടത കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കത്തില്ല. എന്റെ കർത്താവിനെ മാനിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കർത്താവിനെ പിന്തുടരുവാനുള്ള ധൈര്യം, കഷ്ടങ്ങളിൽ പോരാടാനുള്ള ധൈര്യം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ട എല്ലാ പ്രിയമുള്ളവരോടും ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ പോരാടുവാൻ നമ്മൾ ധൈര്യം ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്ദകൾ വന്നേക്കാം, എല്ലായിടത്തുനിന്നും നിന്ദകൾ വന്നേക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ അത്ര നിന്ദകളുടെ അനുഭവത്തിലൂടെ, കർത്താവിനെ സേവിച്ചതിന് പേരിൽ, ദൈവത്തെ വിളിച്ചതിന് പേരിൽ നിന്നയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നിന്ദകളെ വലിയ ധനമെന്ന് എണ്ണിക്കോളൂ. ധൈര്യത്തോടെ നിൽക്ക്, സഹിക്ക്. ഈ നിന്ന ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്ദിക്കുന്നവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പീഡനത്തിലൂടെ കടന്നു പോകുന്നവർ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ നിരാശപ്പെടുത്തുന്നവര്, ഈ കർത്താവിനെ സേവിച്ചതിന് പേരിൽ അപമാനം ഏൽക്കുന്നവരുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുക. കർത്താവ് നിങ്ങൾക്ക് പരിഹാരം തരും. ധൈര്യത്തോടെ നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. കൂത്തുകാഴ്ചയെ പോലെ സ്തോത്രം. ജീവിതത്തിൽ പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാതെ, നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ, നിന്നാപാത്രമായി മറ്റുള്ളവരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയെ പോലെ ഞാനിനി എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ, നിശ്ചയമായും വിശ്വാസത്തോടെ ധൈര്യത്തോടെ നിൽക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ പോരാടുവാൻ നമുക്ക് ധൈര്യം വേണം. ഇങ്ങനെയാണ് എബ്രായ വിശ്വാസികളോട് പറഞ്ഞത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. ഇന്ന് പകൽ ഈ വചനം കേട്ടത് എല്ലാവരെയും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ഞങ്ങളുടെ വചനം ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കഷ്ടങ്ങളിൽ പോരാടുവാനുള്ള കൃപ ഇതിന് ജനത്തിന് മേൽ ദൈവം കൽപ്പിക്കണമേ. ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഈ കർത്താവിനെ സേവിച്ചാരാധിച്ചതിന് പേരിൽ, അവിടുത്തെ പിൻപറ്റതിന്റെ പേരിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിന്ദിക്കപ്പെടുന്നെങ്കിൽ, നിന്ദകളുടെയും അപമാനത്തിന്റെയും അവസ്ഥയിൽ കടന്നു പോകുന്നെങ്കിൽ, കർത്താവെ അതിനെ അതിജീവിക്കുവാനുള്ള മഹാപ്രതിഫലമുള്ള ആ ധൈര്യം അങ്ങനെ ജനത്തിന് പകർന്നു കൊടുക്കണമേ. അവരുടെ നിന്ദകളെ മാറ്റണമേ, അവരുടെ പരിഹാസങ്ങളെ മാറ്റണമേ. കർത്താവിനെ മാനിക്കുവാൻ ഇറങ്ങിച്ചെല്ലണമേ. കർത്താവെ ഞങ്ങളുടെ നാമത്തെ സേവിച്ച് ആരാധിക്കുന്നതിന്റെ പേരിൽ, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നതിന്റെ പേരില്, നമ്മുടെ വചനമനുസരിച്ചതിന്റെ പേരില്, കർത്താവെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിലൂടെ കടന്നു പോകുന്നവരെ, കഷ്ടങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് അവർക്ക് നിലനിൽക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ധൈര്യം കൊടുക്കണമേ. അവിടെ നിന്നുകളെ ഉരുട്ടി മാറ്റണമേ. നിന്ദിച്ചവരുടെ നടുവിൽ എന്റെ കർത്താവിന്റെ മാന്യതയുടെ കരം അവർക്ക് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂട്ടുകാഴ്ചയായവരെ പോലെ സ്തോത്രം, മറ്റുള്ളവർ കണ്ടു ചിരിക്കുന്ന പോലെ, കർത്താവ് ജീവിതത്തിൽ വിടുതൽ ലഭിക്കുവാൻ കഴിയാതെ, ജീവിതത്തിൽ മുന്നേറ്റം ലഭിക്കാൻ കഴിയാതെ, അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൂട്ടുകാഴ്ച പോലെ നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ, ദൈവമേ അവരെ ദൈവം മാനിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാന്യതയുടെ കരം ഇന്ന് ജനത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലണമേ. അവരുടെ അപമാനത്തെ മാറ്റണമേ. ദേശത്തവരെ മാനിക്കണമേ. കുടുംബത്തിനവരെ മാനിക്കണമേ. അവർക്ക് വേണ്ടി ദൈവാത്ഭുതത്തിന്റെ വഴികളെ തുറക്കണമേ. ഇന്ന് ഈ വചനം കേട്ട സകലരെയും അങ്ങനെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ.
ഇത്തരത്തിലുള്ള സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.